തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്ര നഗരമായ മധുരയിലെ തെരുവിലൂടെ നടക്കുകയാണ്. മധുരൈ മീനാക്ഷി ക്ഷേത്രം സന്ദർശിക്കുകയാണ് ഉദ്ദേശം. ക്ഷേത്രത്തിൻ്റെ ശരിക്കുമുള്ള പേര് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രമെന്നാണ്. പാർവതീദേവി പച്ച നിറമുള്ള മീനാക്ഷിയായും ശ്രീ പരമേശ്വരൻ സുന്ദരേശ്വരനായും ഇവിടെ ആരാധിച്ചു വരുന്നു. മത്സ്യത്തിൻ്റെ കണ്ണുകളോടുകൂടിയവൾ എന്നാണ് മീനാക്ഷി എന്നതിനർത്ഥം. വൈഗൈ നദിക്ക് തെക്ക് ഭാഗത്തായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിൽ പ്രധാനമായും 14 അലങ്കാര ഗോപുരങ്ങളുണ്ട്. അതിൽ 4 ദിക്കുകളിലുമുള്ള ഗോപുരങ്ങളാണ് പ്രധാനം. ഇത് പടിഞ്ഞാറേ ഗോപുരമാണ്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ചിഹ്നമായി കാണുന്നത് ഈ ഗോപുരമാണ്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ അത്യുന്നത ഉദാഹരണമാണ് ഈ ഗോപുരങ്ങളെല്ലാം തന്നെ. ധാരാളം ഭക്തരും സഞ്ചാരികളും സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് മധുര മീനാക്ഷിയമ്മൻ കോവിൽ. സാധാരണ ദിവസങ്ങളിൽ 15,000-ഓളം പേർ ഇവിടം സന്ദർശിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ സഞ്ചാരപ്രവാഹം ഇരട്ടിയായിരിക്കും. പടിഞ്ഞാറേ ഗോപുരം പിന്നിട്ട് വടക്ക് ഗോപുരത്തിലേക്ക് നടക്കുകയാണ്. വടക്കേ ഗോപുരത്തിന് സമീപം നെയ്വിളക്കുകൾ കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് ഭക്തർ. ഒരുപാട് ഭക്തരുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും കച്ചവട സ്ഥാപനങ്ങളാണ്. ക്ഷേത്ര സമുച്ചയം 15 ഏക്കറോളം വിസ്തൃതിയിലാണ് കിടക്കുന്നത്. വടക്ക് ഭാഗത്തെ ഗോപുരവും വളരെ മനോഹരമാണ്. ഹിന്ദു പുരാണങ്ങളിലെ പല കാര്യങ്ങളും ഇവിടെ ശില്പങ്ങളായി കൊത്തിവെച്ചിരിക്കുന്നു. ഈ ഗോപുരത്തിൻ്റെ പരിസരത്തും ധാരാളം ഭക്തരുണ്ട്. പലരും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഗോപുരത്തിന് താഴെയെല്ലാം കാവൽക്കാരുണ്ട്. ക്ഷേത്ര വഴിപാട് വിവരങ്ങൾ എഴുതിയ ഒരു ബോർഡും ഇവിടെയുണ്ട്. വടക്കേ ഗോപുര പരിസരത്ത് നിന്ന് ചുറ്റി കിഴക്കേ ഗോപുര പരിസരത്തേക്ക് നടക്കുകയാണ്. ആളുകൾ അധികവുമുള്ള പരിസരം ഇവിടം തന്നെയാണ്. ക്ഷേത്ര ഗോപുരങ്ങളിൽ ഏറ്റവും പഴക്കമേറിയത് കിഴക്കേ ഗോപുരമാണ്. 1216 മുതൽ 1238 വരെയുള്ള കാലയളവിൽ മഹാവർമ്മൻ സുന്ദരപാണ്ഡ്യനാണ് ഇത് പണി കഴിപ്പിച്ചത്. പൂജാക്കടകളും മറ്റും അധികമുള്ളതും ഈ കിഴക്കേ ഗോപുര പരിസരത്ത് തന്നെയാണ്. ചെമ്പിലും പിച്ചളയിലും മറ്റും നിർമ്മിച്ച വിഗ്രഹങ്ങൾ വിൽക്കുന്ന ഒരുപാട് പാത്രക്കടകളും ഈ ഭാഗത്ത് തന്നെയാണ്. ക്ഷേത്രങ്ങളിലേക്കും വീടുകളിലേക്കും വേണ്ടുന്ന മിക്കവാറും അലങ്കാര വസ്തുക്കളും മറ്റും ഇവിടെ നിന്ന് വാങ്ങാം. ക്ഷേത്രത്തിലേക്ക് പ്രധാനമായും പ്രവേശിക്കേണ്ടത് ഈ ഭാഗത്തു കൂടി തന്നെയാണ്. അതിനാൽ തന്നെ ഈ ഭാഗം വളരെ തിരക്ക് പിടിച്ച സ്ഥലമായിരിക്കുന്നു. എങ്ങും ഭക്തരുടെ തിരക്കാണ്. അകത്ത് എല്ലായിടത്തും മനോഹരമായ കൊത്തുപണികളോടുകൂടിയ ശില്പങ്ങളാണ്. കിഴക്കേ ഗോപുരം ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്ന തിരക്കിലാണ്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം തിരുക്കല്യാണമാണ്. ഏപ്രിൽ, മെയ് എന്നീ മാസങ്ങളിലാണ് ഇത് നടത്തപ്പെടുന്നത്. അന്നേരം ഇവിടെ വളരെ തിരക്കുള്ള സമയമായിരിക്കും. കിഴക്കേ ഗോപുരത്തിൻ്റെ കാഴ്ചകൾ കണ്ട് തെക്കേ ഗോപുരത്തിൻ്റെ പരിസരത്തേക്ക് നടക്കുകയാണിപ്പോൾ. ഈ പരിസരത്ത് ധാരാളം വഴിയോര കച്ചവടക്കാരുണ്ട്. ഈ പരിസരങ്ങളിലെല്ലാം അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് വരികയാണ്. നല്ല രീതിയിലുള്ള അറ്റകുറ്റപ്പണികളാണ് ഇവിടെയെല്ലാം നടത്തപ്പെടുന്നത്. വളരെ ദൂരത്ത് നിന്ന് തന്നെ തെക്കേ ഗോപുരം കാണാൻ സാധിക്കും. ഭീമാകാരമായ ഗോപുരമാണ് തെക്കേ ഗോപുരം. പ്രധാനപ്പെട്ട 4 ഗോപുരങ്ങളിൽ ഏറ്റവും ഉയരവും വലുപ്പവുമുള്ളത് തെക്കേ ഗോപുരമാണ്. 51
9 മീറ്ററാണ്, അതായത് 170 അടി ഉയരമാണ് ഇതിനുള്ളത്. 1559 ഇത് നിർമ്മിച്ചത്. 1623 1655 ഇടയിലുള്ള സമയത്ത് ഇതിൻ്റെ സൗന്ദര്യവൽക്കരണം നടത്തി. മനോഹരമായ ശില്പപ്പണികളോട് കൂടിയ ഒരു ഗോപുരം തന്നെയാണ് തെക്കേ ഗോപുരവും. പ്രധാനപ്പെട്ട 4 ഗോപുരവും കൂറ്റൻ കരിങ്കൽ ഭിത്തികളോടുകൂടിയ ചതുരാകൃതിയിലുള്ള ചുറ്റുമതിലിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നു. ഇവിടെ ഒരു ഭക്തൻ ശംഖ് ഊതാനുള്ള തയ്യാറെടുപ്പിലാണ്. പരമശിവൻ്റെയും ശ്രീ പാർവതീദേവിയുടെയും ക്ഷേത്രമായതിനാൽ ശിവഭക്തരും ഇവിടെ ധാരാളം വരുന്നുണ്ട്. ശിവഭക്തരാണ് ശംഖൂതിക്കൊണ്ട് ശിവനെ പ്രീതിപ്പെടുത്തുന്നത്. ക്ഷേത്രത്തിനകത്തുള്ള ക്ഷേത്ര സമുച്ചയം എല്ലാം കണ്ടതിന് ശേഷം പുറത്തുള്ള 4 ഗോപുരങ്ങളും ചുറ്റിക്കാണുക എന്നുള്ളത് ഏതൊരു ഭക്തരുടെയും മനസ്സിന് കുളിർമയേകുന്ന കാര്യമാണ്. അതാണ് അവരുടെ ആത്മസംതൃപ്തിയും. മധുരമീനാക്ഷി ക്ഷേത്രം നൽകുന്ന എല്ലാ സംതൃപ്തിയും ഇതൊക്കെ തന്നെയാണ്. ക്ഷേത്രഗോപുരം ചുറ്റിക്കണ്ടതിന് ശേഷം വീണ്ടും നടത്തം തുടങ്ങുകയാണ്. മധുര നഗരത്തിൻ്റെ തെരുവിലൂടെ മധുരമായ കാഴ്ചകളുമായി